വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വീക്ക് യൂറോപ്യൻ ഫുട്ബോളിലെ വിവിധ ലീഗുകളിൽ ഉണ്ടായിട്ടുള്ള മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. ആദ്യം പ്രീമിയർ ലീഗിലോട്ട് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ പ്രകടനം തന്നെയാണ്. ബാക്കി എല്ലാ ടീമുകളും അറിയുന്ന പോലെ ആഴ്സണൽ, ലിവർപൂളെല്ലാം ജയിച്ച് കയറിയെങ്കിലും കഴിഞ്ഞ സീസണിലെ ഒരു ഡിപ്പിൽ നിന്ന് ഏകദേശം തിരിച്ച് കയറി എന്ന് പറയാൻ പറ്റുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പുതിയ സൈനിങ്ങുകളൊക്കെ വർക്കായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രീ സീസണിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ റേഞ്ചേഴ്സും അതുപോലെ തന്നെ ബാക്കി വന്ന പുതിയ സൈനിങ്ങുകളെല്ലാം റിയാൻ ചെർക്കി അടക്കം എല്ലാവരും നല്ല പ്രകടനം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ പെപ്പിന് കുറച്ച് സൈന്യങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുള്ളതുണ്ട്. ജനുവരി തന്നെ കുറച്ച് സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മർമോഷ് അടക്കമുള്ള സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പുതിയ മോഡലിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ആദ്യ പ്രകടനം കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ പെപ്പ് പ്രത്യേകിച്ച് ആ മത്സരേഷൻ പറഞ്ഞ കാര്യം, ഒരു അത്യാവശ്യം പേസുള്ള പ്ലെയേഴ്സാണ് റേഞ്ചേഴ്സ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ സ്പേസ് ബാക്കിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഒരു ട്രാൻസിഷനോട് കാത്തിരുന്നു എന്നുള്ള രീതിയിൽ പെപ്പ് പറഞ്ഞത്. അതായത് പെപ്പ് എല്ലാ കാലത്തും ബാഴ്സലോണയ്ക്ക് ശേഷം, ബാഴ്സലോണയിൽ കോച്ചായി വന്ന ശേഷം പിന്നെ ബയണിലോട്ട് പോയപ്പോൾ അറിയാം ആ ഒരു കളിയല്ല, ഒരു മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു ടിക്കിടാക്കെ അല്ല ബയണിലുണ്ടായിരുന്നത്, അതുപോലെ ആയിരുന്നില്ല സിറ്റിയിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും പെപ്പ് ഇന്നും അഡാപ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓരോ പുതിയ മെത്തേഡുകൾ, പുതിയ കോച്ച് ഉണ്ടെങ്കിൽ വേറെ ഏത് കോച്ചാണെങ്കിലും അവരുടെ പല തന്ത്രങ്ങൾ അതുപോലെ എടുക്കുക, അതുപോലെ ടീമിനെ അതുപോലെ സെറ്റാക്കുക, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അറിയാം, ഈ ഒരു ഫോൾസ് നയൻ വെച്ചിനെ കളിച്ചുകൊണ്ടിരുന്ന അതേ പെപ്പ് തന്നെയാണ് ഇപ്പോൾ ടാർഗറ്റ് മാനായിട്ട് ഹാളണ്ടിനെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ആ രീതിയിൽ എന്നും പെപ്പ് അഡാപ്റ്റ് ചെയ്ത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ടോപ്പ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് തോന്നുന്നത് ഈ വീക്കിൽ സിറ്റിൻ്റെ പ്രകടനമാണ്. കാര്യം സിറ്റി ഫോമായാലും അറിയാം, അത് യൂറോപ്പിലായാലും ഡൊമസ്റ്റിക്കിലായാലും ബാക്കി ടീമുകൾക്കെല്ലാം നല്ലവേദനയാവും. ഫസ്റ്റ് ലാസ്റ്റ് ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു ഡെപ്തും കൂടി വെച്ച് നോക്കുമ്പോൾ ബാക്കി ബെർണാർഡോ സിൽവ എല്ലാം ഒരു കഴിഞ്ഞ സീസണിലെ ഒരു ഇതൊക്കെ മാറി നന്നായി കളിച്ച പോലെ ഉണ്ട്. ഇപ്പോൾ സിറ്റി എന്തുകൊണ്ടും ഈ സീസണിൽ ഒരു ടോപ്പ് ഫേവറായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് ആദ്യത്തെ മത്സരം കഴിയുമ്പോൾ. പിന്നെ ലിവർപൂൾ അതുപോലെ തന്നെ പുതിയ സൈന്യങ്ങളെല്ലാം വന്നിട്ടൊന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. കളി മാറ്റം എന്ന് വെച്ചാൽ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു കുറച്ച് ഡിപ്പാർച്ചറൊക്കെ ഉണ്ടായിട്ട് ആർണോൾഡ് അടക്കമുള്ള കുറച്ച് പേര് പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് എടുത്ത് പറയണം, നല്ല അടിപൊളി കട്ടുകളും ഒരു ഷോട്ട് എടുക്കണതും എല്ലാം ഒരു സ്ഥല ലെഫ്റ്റ് വിങ്ങിൽ വന്ന പോലെ ആ രീതിയിലൊക്കെ പലപ്പോഴും കളിക്കണമായി തോന്നുന്നുണ്ട്. ലിവർപൂളിൻ്റെത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ആഴ്സണലിൻ്റെത് അറിയാം, ഒരു പലപ്പോഴും തോന്നണത് ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൽ പലപ്പോഴും സിമിയോൺ ചെയ്യാൻ നോക്കണ പോലെ പലപ്പോഴും ഇവിടെ ആഴ്സണലിൽ അർട്ടേറ്റ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാര്യം അത്ര ടോപ്പ് ടാലൻസിനെ കൊണ്ടുവരും, കുറച്ച് ക്യാഷൊക്കെ ഇറക്കി, അത്യാവശ്യം നല്ല ക്യാഷൊക്കെ ഇറക്കിയിട്ട് ഡിഫൻസിൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യും രണ്ട് ടീമുകളായാലും. പക്ഷേ അവസാനം റിസൾട്ട് വരുമ്പോൾ ലീഗിൻ്റെ അവസാനമാകുമ്പോൾ പലപ്പോഴും ഒരു അത്ര നല്ല കപ്പ് നേടാൻ പറ്റാത്ത രീതിയിൽ അത്ലറ്റിക്കൊക്കെ വീണ്ടും കുറച്ച് കപ്പുകളിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ പറയാം പലപ്പോഴും. പക്ഷേ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രകടനം ആഴ്സണലിനെതിരെ എടുത്ത് പറയുന്നത് അത്യാവശ്യം നന്നായി തന്നെ കളിച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയാം. പക്ഷേ ഒരിക്കലും ഒരു ലീഗിൻ്റെ ഒരു ഫ്ലോയിലോട്ട് എത്താൻ പറ്റിയ സ്റ്റാർട്ടൊന്നുമില്ല. അതിന് 1-2 ജയങ്ങൾ തന്നെ വേണം. 1-2 ജയങ്ങൾ നേടിയാൽ മാത്രമേ അവർക്കൊരു ലീഗ് ടോപ്പ് 6 എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് കിട്ടുള്ളൂ. അല്ലാതെ ഗോൾ അടിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായി കളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ പല നല്ല ടീമുകൾ, ബ്രൈറ്റൺ അടക്കമുള്ള നല്ല ടീമുകൾ നല്ല കളി തന്നെയാണ് പല ലീഗിൽ പല മത്സരങ്ങളും കളിക്കുക. പക്ഷേ ഗോൾ അടിച്ചിട്ട് ഓപ്പോസിറ്റ് ടീമിനെ തോൽപ്പിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ സ്റ്റിൽ ആ ഒരു പ്രകടനം അത്യാവശ്യം നന്നായിരുന്നു യൂണൈറ്റഡിൻ്റെ. പ്രീമിയർ ലീഗിൽ ഒക്കെ ടോപ്പ് ടീമുകളുടെ കാര്യം പിന്നെ ട്രാൻസ്ഫറുകൾ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം എന്താവും, സാബീനെ പോകുമോ, വേറെ ഇനി റോഡ്രിഗോ പ്രീമിയർ ലീഗിലോട്ട് തന്നെ വരുമോ എന്നുള്ളതൊക്കെ ബാക്കി കണ്ടറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ചെൽസി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ക്ലബ് ലോകകപ്പ് നേടിയ ശേഷമുള്ള മത്സരം അത്ര നന്നായിട്ടല്ല തുടങ്ങിയത്. ഇത് പലപ്പോഴും ചെൽസിൻ്റെ ഇപ്രാവശ്യത്തെ പ്രശ്നമാവും. കാര്യം പല പണ്ഡിറ്റുകളും പറഞ്ഞത് കാര്യം അതുപോലെ ഒരു ആർക്കും അറിയാതെ കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ പോലെ അല്ലായിരുന്നു ഇപ്രാവശ്യം. കുറച്ച് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ വലിയൊരു ടോപ്പ് 4 കോമ്പീറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തോ ഒരു ലീഗിനെ പറ്റിയ ടീമായിട്ട് ഇപ്പോഴും ചെൽസിന് തോന്നുന്നില്ല. പലരും പറയുന്നത് ലീഗിൽ ടോപ്പ് 4 ചെൽസിക്ക് കഴിയുന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. പക്ഷേ അത് കഴിയും തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു പ്രകടനം വെച്ചിട്ട്. ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയാം. പിന്നെ ടോട്ടനം എന്തായാലും തോമസ് ഫ്രാങ്കോ വന്നതോടുകൂടി ഇപ്രാവശ്യം ഏറ്റവും ശ്രദ്ധിക്കുന്ന ടീമുള്ളതെന്ന് ടോട്ടനാൻ തോന്നുന്നു. എങ്ങനെയെങ്കിലും അവർ ടോപ്പ് 4 അടിക്കാൻ നോക്കും. ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന മത്സരങ്ങൾ. പിന്നെ ലാ ലീഗിലോട്ട് വരാനാണെങ്കിൽ ബാഴ്സലോണ അതുപോലെ തന്നെ റയലെല്ലാം ജയിച്ചു തന്നെ തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ അടുത്ത് പറഞ്ഞ അത്ലറ്റിക്കോൻ്റെ കാര്യമാണ്. അത്ലറ്റിക്കോ കഴിഞ്ഞ 2 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് കിടിലൻ സൈനിങ്ങൾ നടത്തിയ ടീമായിരുന്നു. അതിനുള്ള സ്വർലോത്തിനൊക്കെ അറിയാതെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സ്വർലോത്തിനപ്പോൾ അവർ കൊടുക്കാൻ പോവാണ്, ട്രാൻസ്ഫർ ആക്കാൻ പോകണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ലീഗ് മത്സരത്തിൽ തന്നെ തോറ്റിട്ടുണ്ട്. ഇത് എങ്ങനെ സാധിക്കണമെന്നുള്ളതാണ്. ഇത്ര നല്ല ടീംസിനൊക്കെ വെച്ചിട്ട് ഇത്ര നല്ല ഡിഫൻസെല്ലാം ഉണ്ടായിട്ട് പലപ്പോഴും ആ ഒരു ഗോളടിക്കാനുള്ള ഔട്ട്പുട്ട് സിമിയോണിൻ്റെ ടീമുകളിൽ നിന്ന് വരാത്തത്. ഇനി അഥവാ അടിച്ചാൽ തന്നെ ബാഴ്സലോണ കഴിഞ്ഞ സീസണിൽ നടന്ന മത്സരത്തിൽ അറിയാം, ഗോളടിക്കും. പക്ഷേ അതുപോലെ തന്നെ ഈ സ്ട്രോങ് ഡിഫൻസ് ഉണ്ടായിട്ടും അതുപോലെ പൊട്ടും ചെയ്യും. അപ്പോൾ അത് ഈ ലീഗ് അത്ലറ്റിക്കോക്ക് വലിയ തിരിച്ചടിയാന്ന് തന്നെ പറയാം. ഫസ്റ്റ് ലീഗ് മാച്ച് തന്നെ ഇങ്ങനെ തോൽവി. പിന്നെ അത് എസ്പാനിയോളിനോട് അത്ര നല്ല ടീമൊന്നുമല്ല, അറിയാം. ജോൺ ഗാർഷ്യയെല്ലാം ബാഴ്സലോണയിലോട്ട് വന്നു. പിന്നെ പറയുള്ളത് റയൽ, അതുപോലെ തന്നെ ബാഴ്സലോണ. റയലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കോച്ചിൻ്റെ ഒരു സാബിൻ്റെ ഒരു ഫുൾ ടാക്ടിക്സ് ഇതുപോലെ നടപ്പാക്കി എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. പക്ഷേ അവർ കുറേ ഷോട്ട് എടുക്കണം പുറത്തുനിന്ന്. സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ പണ്ട് ക്രൂസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ കുറേ പുറത്തുനിന്ന് ഷോട്ട് എടുക്കായിരുന്നു. പക്ഷേ ക്രൂസിൻ്റെ പവർ ഷോട്ടല്ല, ക്രൂസ് അടിപൊളിയായിട്ട് നന്നായിട്ട് പ്ലേസ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ മോഡ്രിച്ച് അതുപോലെ ലോങ് ഷോട്ട് എടുക്കും. പക്ഷേ ഇപ്രാവശ്യം ഡിഫൻഡേഴ്സ് വരെ കുറേ കയറി വന്നിട്ട് ഹുയ്സണൊക്കെ നല്ല ഷോട്ട് എടുക്കണം കണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഒരു ഡ്രോപ്പ് ബോൾ കിട്ടാനോ അങ്ങനെയുള്ള ടാക്ടിക്സ് എന്തെങ്കിലും ആവും കോച്ച് നോക്കുന്നത്. കാര്യം ഗോൾ വരാത്തപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും മിഡ്ഫീൽഡേഴ്സോ ചൗമിനെ അതുപോലെ ലോങ് എടുക്കാൻ പറ്റിയ കളിക്കാരനാണ്. എന്തുകൊണ്ട് ചൗമിനെ അതിനെ പലപ്പോഴും ഏൽപ്പിച്ചിട്ടില്ല എന്ന് തോന്നി. അങ്ങനത്തെയാണ് ടാക്ടിക്സ് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ വിനീഷ്യസ് അത്ര ആയിട്ട് തോന്നിയില്ല, പക്ഷേ എന്നാലും കളിക്കണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. ടീമിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്തായാലും എംബാപ്പെ ആവുന്നുള്ളതാണ് ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ തന്നെ തോന്നുന്നത്. ടീമിൽ സ്ഥിരമായിട്ട് സ്റ്റാർട്ടേഴ്സ് ഇല്ല എന്നൊക്കെ സാബി പറയുമെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും എംബാപ്പയ്ക്ക് ചുറ്റിപ്പറ്റി തന്നെയാണ് ടീം മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ വിനീൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ, അതുപോലെ റോഡ്രിഗോ ട്രാൻസ്ഫർ ആവുമോ എന്നുള്ളതെല്ലാം നോക്കുമ്പോൾ ടീമിൽ ഒരു പക്ഷേ ഈ ഓഗസ്റ്റ് തീരുമ്പോഴേക്കും റയലിൽ എന്തെങ്കിലും വലിയ ഫ്രണ്ട് ത്രീയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പെനാൽറ്റി ഗോളിലാണ് ജയിച്ചത്. ഒരു ഫ്ലോയിലോട്ട് കുറച്ചും കൂടി ടീം വരാനുണ്ട് തോന്നുന്നു. ഒരു സാബിൻ്റെ സിസ്റ്റത്തിലോട്ട് കുറച്ചും കൂടി അഡാപ്റ്റ് ആവാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നത് ബാഴ്സലോണയെ കുറിച്ചാണ്. ബാഴ്സലോണ അത്യാവശ്യം എടുത്തു പറഞ്ഞിട്ട് ടീമിൻ്റെ ഗോൾ കീപ്പർ ജോൺ ഗാർഷ്യ ഫസ്റ്റ് മാച്ചാണെങ്കിൽ നല്ല അടിപൊളി സേവുകളെന്ന് മാത്രമല്ല, ഒരു ബോൾ ക്യാരി ചെയ്യണത്, ഫ്രണ്ടിലോട്ട് കയറി വരുന്നത് പലപ്പോഴും കുറച്ച് കാലത്തിന് ശേഷം ഒരു പ്രോപ്പർ ഗോൾ കീപ്പർ കിട്ടിയ പോലെ ഉണ്ട് ബാഴ്സലോണക്ക്. നല്ല അടിപൊളി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അടിപൊളിയാണ്. എല്ലാം പണ്ട് ഡർസകൻ എന്ത് കണ്ടിട്ടാണ് കൊണ്ടുവന്നത്, ഷോട്ട് സ്റ്റോപ്പിങ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ജോൺ ഗാർഷ്യ. അപ്പോൾ ബാഴ്സലോണ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. ഒരു ട്രാൻസ്ഫറൊന്നും അധികം നടക്കാത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. ഇനിക്കോ പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഫൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുറച്ച് ഒരു 3-4 മാച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. ആരൊക്കെ പ്രോപ്പർ കുബാർസിൻ്റെ ഒപ്പം സെൻട്രൽ ഡിഫൻസിൽ ആരൊക്കെ വരും. മിക്കവാറും അരാഹോ തന്നെ ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ വരുമ്പോഴേ ക്രിസ്ത്യൻസിനെ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എറിക് ഗാർഷ്യ ഫസ്റ്റ് 11 വന്നതൊരു മാറ്റമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കോച്ച് പലപ്പോഴും എറിക് ഗാർഷ്യനെ ഒന്ന് സെൻട്രലിലോട്ട് റൈറ്റിൽ ബാക്കിലോട്ട് ഒന്ന് സെറ്റായാൽ ചിലപ്പോൾ ഇനി കുണ്ടനെ തന്നെ ഡിഫൻസിലോട്ട് സെൻട്രൽ ഡിഫൻസിലോട്ട് കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പിന്നെ ബാഴ്സലോണ ഫ്രണ്ട് ത്രീ പറയണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചതിന് ഫെറാനും പിന്നെ ലെവൻഡോസ്കി ഇഞ്ചുറി ആയതുകൊണ്ട് ഫെറാനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലമീന് പ്രത്യേകിച്ച് മാറ്റം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ളൂ. ഫിസിക്കൽ സ്പീഡെല്ലാം അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ റഫീന ഫസ്റ്റ് മാച്ച് തന്നെ ഗോളടി തുടങ്ങി, കറക്റ്റ് റൺ എടുക്കണത് ഒരു മാറ്റമില്ല. അത്യാവശ്യം നന്നായി തന്നെ ബാഴ്സലോണ ഫസ്റ്റ് മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ടോപ്പ് ലീഗുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബുണ്ടസ് ലീഗിൽ ഡൊമസ്റ്റിക് കപ്പ് അടിച്ചിട്ടാണ് ബയേൺ തുടങ്ങിയിട്ടുള്ളത്. ഹാരി കെയ്ൻ ഒരു കപ്പും കൂടിയായി. ബാക്കി മത്സരങ്ങളെല്ലാം അടുത്ത വീക്കിൽ നോക്കാം. നന്ദി, നമസ്കാരം.